ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. മുട്ടയൊന്നും ചേർക്കാത്ത എഗ്ലെസ് ചോക്ലേറ്റ് കേക്കാണ്. ഓവനും യൂസ് ചെയ്യുന്നില്ല. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ഒരു 1/2 കപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ കൂടി, അതായത് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് അരിച്ചിട്ട് വേണം നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. അതും നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. ഇതിലെന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ കട്ടയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിൽ നമ്മൾ ഓയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക അതിനടിയിലായിട്ട്. എന്നിട്ട് വേണം നമ്മൾ ഈ കേക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് കേക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു അടപ്പ് വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ തവയിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തവ ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇതൊരു 55 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 55 മിനിറ്റ്സിന് ശേഷം ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക.